ഇപ്പോൾ നമ്മുടെ ഈ ഫിലിം ഫീൽഡിൽ ശരിക്കും മേക്കപ്പ് ആവശ്യമുണ്ടോ? അതായത് ഇപ്പോൾ നമ്മളൊരു സാധാരണക്കാരനോട് ചോദിച്ചാൽ പോലും പറയും ആ സിനിമയിലെല്ലാം അഭിനയിക്കുന്ന ഒരുപാട് പൊട്ടിയിട്ടിട്ടായിരിക്കും, അങ്ങനെയുള്ള ചിന്തിക്കുന്നവരുണ്ട്. ശരിക്കും എങ്ങനെയാണ് മേക്കപ്പ് ആവശ്യമുണ്ടോ? അഭിനയിക്കുമ്പോഴാണ്. അതെ, അഭിനയിക്കുമ്പോൾ അത് അവരുടെ ഡിസിഷൻ അല്ലേ. ചിലപ്പോൾ ഇപ്പോൾ എന്താ പറയുക, ഇപ്പോൾ സ്കിൻ ടോൺ ഒന്ന് ഡൗൺ ചെയ്യണം, അല്ലെങ്കിൽ ഇപ്പോൾ ആ ക്യാരക്ടറുടെ സ്കിൻ ഇങ്ങനെയല്ല, കുറച്ചും കൂടി ഒരു ഡൈമെൻഷൻ വേണം, അങ്ങനെയൊക്കെ തോന്നിയിട്ടല്ലേ നമ്മൾ. അല്ലാതെ ഇപ്പം എനിക്ക് തോന്നുന്നത് നമ്മളിപ്പം ഡെയിലി കോളേജിൽ പോകുന്ന ഒരു ക്യാരക്ടറാണെങ്കിൽ ഇപ്പം അതിൽ ഒരിക്കലും എനിക്ക് കോളേജിൽ രാവിലെ ഇറങ്ങുമ്പോഴത്തേക്ക് മേക്കപ്പും ലിപ്സ്റ്റിക്കും ഇടാനുള്ള സമയം ഉണ്ടാവില്ല. കാരണം എന്തെങ്കിലും ബെയർലി കുറച്ച് എന്തെങ്കിലും ചെയ്യാനുള്ള സമയം ഉണ്ടാവുള്ളൂ. അപ്പം അങ്ങനത്തെ ഓക്വേർഡ്നെസ് വരുത്താത്ത രീതിയിൽ. അപ്പം ശരിക്കും പറഞ്ഞാൽ മേക്കപ്പ് ആവശ്യമുണ്ടെന്ന് ചോദിച്ചാൽ ആവശ്യമുണ്ട്, ചില റോൾസിന് ആവശ്യമില്ല. പക്ഷെ എനിക്ക് തോന്നുന്നു നമ്മുടെ ഈ ശരിക്കുള്ള സ്കിൻ എക്സ്പോസ് ചെയ്യാനുള്ള ഒരു ഇപ്പൊ കുറെ മേക്കപ്പ് വന്നതിന് ശേഷം എല്ലാവർക്കും ഇപ്പൊ അതിനൊരു മടിയാ, നമ്മുടെ ഓൺ സ്കിൻ എന്താന്ന് കാണിക്കാനുള്ളത്. അപ്പൊ ഇപ്പൊ വീട്ടിലായാലും പെട്ടെന്ന് ആരെങ്കിലും ഒക്കെ കയറി വരുന്നു എന്നൊക്കെ പറയുമ്പോൾ എല്ലാവർക്കും പേടിയാ. കാരണം നമ്മൾ ഈ ഇൻസ്റ്റാഗ്രാമിൽ കാണുന്ന വീഡിയോസ് എങ്ങനെയാ, ആദ്യം ക്രീം, അത് കഴിഞ്ഞിട്ട് കൺസീലർ, അത് കഴിഞ്ഞ് പിന്നെ വേറൊരു ലെയർ. ട്യൂട്ടോറിയൽ വീഡിയോസിലൊക്കെ. അപ്പൊ ഇപ്പൊ എല്ലാവരുടെയും വിചാരം ക്ലീൻ സ്കിൻ എന്ന് പറഞ്ഞാൽ അതൊരു പോസിബിൾ, അങ്ങനെ നമ്മൾ ഫ്ലോലെസ് ആയിട്ട് വാക്സ് സ്റ്റാച്ചു പോലെ എന്തായാലും ഇരിക്കില്ല. അവിടെ ഇവിടെയും പാട് കാണും, അതല്ലേ അതിൻ്റെ ഒരു പ്രത്യേകത. ചിലപ്പോൾ ചുമക്കും, ചിലപ്പോൾ ഇവിടെ ഒരു കറുത്ത പാട് കാണും, അതൊക്കെയാണ് നമ്മുടെ പ്രത്യേകത. മാനസയുടെ ഒരു കൺസെപ്റ്റ് ഉണ്ടായിരിക്കില്ല, മാരേജ് കൺസെപ്റ്റും കാര്യങ്ങളൊക്കെ. കൺസെപ്റ്റ് ഒന്നും അങ്ങനെ എന്താ പറയാ, നമുക്ക് കംഫർട്ടബിൾ ആയിട്ടുള്ള ആളായിരിക്കണം, പറയാ എന്തെങ്കിലും സംസാരിക്കാൻ ഫ്രീഡം ഉള്ള അങ്ങനത്തെ ഒരു ഇതേ ഉള്ളൂ. വേറെ അങ്ങനെ ഒന്നുമില്ല. ഇങ്ങനെ എന്നെ പൊന്നു പോലെ നോക്കണം അങ്ങനത്തെ ഒന്നുമില്ല. അതാണ് ഉദ്ദേശിച്ചത്. അതായത് എന്നെ നന്നായിട്ട് കെയർ ചെയ്യുന്ന ആളായിരിക്കണം, അതാണ്. അങ്ങനെ പറ, ഞാൻ വിചാരിച്ചു ഓക്കെ. പിന്നെ എനിക്കറിയാം എന്റെ സ്വഭാവം ടോളറേറ്റ് ചെയ്യാൻ പാടുള്ളത് തന്നെയാണ്. അപ്പൊ അതിന് ഞാനൊരു പാവാണ്, അപ്പൊ എന്നെ അതുപോലെ നോക്കുന്ന ഒരാൾ വേണം, അങ്ങനെയല്ലേ ഉദ്ദേശിച്ചത്? എന്താ അറേഞ്ച്ഡ് മാരേജ് ആണോ ലവ് മാരേജ് ആണോ ഇഷ്ടം? എനിക്ക് ലവ് മാരേജ് മതി, പക്ഷെ നടക്കുന്ന കാര്യങ്ങളൊക്കെ. അമ്മയാണ് കേട്ടോ, അമ്മയോടെ ഇരുന്നിട്ട് മനസ്സിലായി ശരിയാക്കി തരാന്നൊക്കെ. അമ്മക്ക് അങ്ങനത്തെ പ്രശ്നമൊന്നും ഇല്ലെന്ന് തോന്നുന്നല്ലേ? മമ്മ പറയുന്നത് മമ്മയ്ക്ക് ഇനി പോയി തപ്പാനൊന്നും വയ്യ, അപ്പൊ ആരെ വേണമെങ്കിലും പ്രേമിക്കാം, ഒരു പ്രശ്നമില്ല അല്ലേ? മമ്മ എന്നിട്ട് എന്റെ സ്വഭാവം കാണുമ്പോൾ പറയും ഇങ്ങനെ പോയാ കിട്ടില്ല, എളുപ്പമല്ല. പ്രൊപ്പോസൽസ് ഒക്കെ വന്നിട്ടുണ്ടോ? ആദ്യമായിട്ട് വന്ന പ്രൊപ്പോസൽ ഏതാ? ആദ്യമായിട്ട് വന്ന പ്രൊപ്പോസൽ ഞാൻ ഉണ്ടായിരിക്കുമല്ലോ, ഇല്ലെന്ന് പറയുന്നത്. ഇത് നല്ല കോമഡിയാണ്. പ്രൊപ്പോസലേ അല്ല ഇത് ആക്ച്വലി. എന്ന് വെച്ചാൽ ഞാൻ എഞ്ചിനീയറിംഗിന് ചേർന്ന സമയത്ത് ഫസ്റ്റ് ഇയർ, അപ്പോൾ ഞങ്ങളുടെ പേജ് നോക്കുന്ന ഒരു ചേട്ടനുണ്ട്. ആ ചേട്ടൻ വിളിച്ചിട്ട് എന്നെ ഇങ്ങനെ വിളിച്ചിട്ട് ഒരു ആളിങ്ങനെ സംസാരിച്ചു, ഞാൻ നമ്പർ കൊടുക്കട്ടെ, അപ്പം മമ്മയെ സംസാരിക്കും, കൊടുത്തോളൂ എന്നൊക്കെ പറഞ്ഞു. കൊടുത്തിട്ട് അയാളിങ്ങനെ പറയാ നിങ്ങൾ കൊച്ചിയിലാണല്ലേ? അപ്പോൾ മമ്മ പറഞ്ഞു ഞങ്ങൾ കൊച്ചിയിലാണ്. ഞങ്ങൾ തൃശ്ശൂർ അങ്ങനെ എന്തോ ആണെന്ന് പറഞ്ഞു. അപ്പോൾ മമ്മ നിങ്ങൾ തൃശ്ശൂരാണല്ലേ, ശരി. അപ്പോൾ പയ്യൻ അടുത്ത മാസം വരും. അപ്പം മമ്മ ഇത് കേൾക്കുന്നത് എന്താ, സിനിമയുടെ പ്രോജക്റ്റാന്ന് വിചാരിച്ച മമ്മ കേൾക്കുന്നത്. മമ്മ പയ്യൻ ഹീറോ അടുത്ത മാസം വരും. അപ്പം നമുക്ക് ഈ പ്രൊപ്പോസൽ എങ്ങനെയാ നമുക്ക് നോക്കിയാലോ? അപ്പം മമ്മയുടെ മനസ്സിൽ പ്രൊപ്പോസൽ എന്ന് പറയുന്നത് പ്രോജക്റ്റ്, സിനിമയുടെ പ്രോജക്റ്റ്. അമ്മ പറഞ്ഞു നമുക്ക് നോക്കാം, ബാക്കി ഡീറ്റെയിൽസ് ഒക്കെ അയച്ചാൽ മതി എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര വേഗമായിട്ട് അങ്ങ് ഫോൺ വെച്ചു. പിന്നെ ഇവർ അയക്കുമ്പോഴാണ് മനസ്സിലായത് ഇവർ ആക്ച്വലി കല്യാണ ആലോചനയായിരുന്നു ഉദ്ദേശിച്ചത്. അങ്ങനെ. പക്ഷെ നമ്മൾ വിചാരിച്ചു ഇതെന്തോ മൂവിയുടെ ഇതാണ്. അല്ലാണ്ട് ഡയറക്റ്റ് വന്നിട്ട് ആരെങ്കിലും കോളേജിലൊക്കെ പഠിച്ചതല്ലേ? കോളേജിൽ ഒരിക്കൽ അതാണ് ഞങ്ങൾക്ക് അറിയേണ്ടത്. അതങ്ങനെ വലിയ കഥയൊന്നുമില്ല. അത് ഒരു സീനിയർ വന്ന് പ്രപ്പോസ് ചെയ്തു. അമ്മോടൊക്കെ പറഞ്ഞിരുന്നു. അമ്മ മനസ്സിലായി ഇതൊന്നും ഞാൻ അറിഞ്ഞില്ല, ഇതൊക്കെ ഉണ്ടായല്ലേന്നൊക്കെ. നമ്മളെല്ലാം പെൺപിള്ളേരെ എല്ലാം പറയുന്നില്ല, ചില സീക്രട്ടുകളൊക്കെ ഉണ്ടാവില്ല. അറിയോ? പിന്നെ റിലേറ്റീവ്സിന്റെ അവിടെ നിന്നൊക്കെ എന്തെങ്കിലും സംസാരങ്ങള് അങ്ങനെയൊക്കെ ഉണ്ടാവാറുണ്ട്. ഓക്കെ. ഇങ്ങനെ ആരുടെയും ഇഷ്ടം തോന്നിയിട്ടുണ്ടോ കോളേജിലൊക്കെ പഠിക്കുമ്പോൾ? കോളേജിലൊന്നും അങ്ങനെ ക്രഷ് തോന്നിയ ഒരാളൊന്നും ഇല്ല കോളേജില്? ഒട്ടുമില്ല? വിശ്വസിച്ചിട്ടില്ല ഞാൻ. എഞ്ചിനീയറിംഗിനൊക്കെ പഠിക്കുമ്പോ ഉണ്ടായിരിക്കുമല്ലോ നമ്മൾ സീനിയേഴ്സിനെയൊക്കെ കാണുമ്പോൾ. ഞാൻ കോളേജിൽ പോകുന്ന തന്നെ എങ്ങനെയെങ്കിലും ഒക്കെ പരീക്ഷ എഴുതാൻ വേണ്ടിയിട്ടാണ് ഞാൻ പോണത്. ആ സമയത്ത് എന്റെ 2 ഫ്രണ്ട്സ് ഉണ്ട്, ഉണ്ണിമായ ആന്റണി. അവരാണ് എന്നെ പഠിപ്പിച്ചൊരു നിലയിൽ എത്തിയത്. കാരണം എനിക്ക് ക്ലാസ് ഒക്കെ മിസ്സാവുന്ന ക്ലാസ് എല്ലാം അവര് ഫുൾ എനിക്ക് കവർ ചെയ്ത് തരും. ലാബ് ഞാനപ്പോ ഇങ്ങനെ ഇടയിൽ ആയിരിക്കും പോകുമ്പോ ഞാനിങ്ങനെ ഈ ബോർഡ് കണ്ടിങ്ങനെ പ്ലിങ് അടിച്ചിരിക്കും. കാരണം എനിക്ക് മിസ്സായിട്ടുണ്ടാവുമല്ലോ. അപ്പൊ എന്റെ ഫ്രണ്ട്സാ എനിക്ക് എല്ലാം കവർ ചെയ്തൊക്കെ തന്നിട്ടുണ്ട്. ഓക്കെ. അപ്പൊ അങ്ങനെ ആരോടും ക്രഷ് തോന്നിയിട്ടില്ല? ഉണ്ടെങ്കിൽ തന്നെ ഞാൻ പറയൂ,
പറയല്ല, എന്നാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാലോ. ജസ്റ്റ് മുട്ടി നോക്കിയതാണ്. മുട്ടി നോക്കിയതാ കിട്ടിയാലോ എന്നിട്ട്, പക്ഷെ പറഞ്ഞില്ല ഗൈസ്. പറയണമെന്നൊക്കെ ഉണ്ട്, ഒന്നുകൂടി ട്രൈ ചെയ്താൽ കിട്ടും, എന്നാലും സാരമില്ലെന്നൊക്കെ. കോളേജിലൊന്നും മാരേജ് അപ്പൊ ഇപ്പൊ അടുത്തൊന്നും ഉണ്ടാവില്ല, പ്രതീക്ഷിക്കണ്ട. ഇല്ല, കുറച്ചുകൂടി കഴിഞ്ഞ് ഒന്ന് സെറ്റായി കുറെ റോൾസ് ഒക്കെ അഭിനയിച്ച് അങ്ങനെയാണ് ആഗ്രഹം. കുറച്ചും കൂടി ഒരു മെച്യൂരിറ്റി എന്ന് വെച്ചാൽ. ഫ്രീ ടൈമിലൊക്കെ എന്താ ചെയ്യാറുള്ളത്? ഫ്രീ ടൈമിൽ സിനിമ കാണും. അതെ, എനിക്ക് എന്താണെന്നറിയില്ല, ഞാൻ വീട്ടിൽ വെറുതെ ഇരിക്കും. അങ്ങനെ പ്രത്യേകിച്ച് ഹോബീസ് ഒന്നുമില്ല? വരയ്ക്കുക അല്ലെങ്കിൽ പെയിന്റ് ചെയ്യുക? ഇടയ്ക്ക് ഞാൻ വീണ പഠിച്ചിരുന്നു, അത് ഇടയ്ക്ക് പെരുമാറും. അങ്ങനെയല്ല, നമുക്ക് ഇവിടെ ഒരു വീണ കിട്ടാനില്ലാണ്ടായി പോയില്ലെങ്കിൽ ഞാൻ വീണ ഇവിടെ വായിപ്പിച്ചിരുന്നു. കിട്ടാത്ത ഇൻസ്ട്രുമെന്റ്സ് ഒക്കെ പറയണം. അതെ 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 അതെ, അങ്ങനെയാണെങ്കിൽ നമുക്കൊന്ന് ട്രൈ, മുന്നേ അറിയുവാണെങ്കിൽ ഞാൻ എങ്ങനെയൊക്കെ ഒപ്പിച്ചിരുന്നൊക്കെ. സ്റ്റുഡിയോയിലേക്ക് വരുമ്പോൾ വലിയ വീണ. വീട്ടിലുണ്ടോ? വീണുണ്ടോ? വീണുണ്ട്. ഉണ്ട്. പിന്നെ പിന്നെ പിന്നെന്താ, ഫ്രണ്ട്സിനെയൊക്കെ വിളിച്ച് സംസാരിക്കും. അങ്ങനെ. പെറ്റ്സിനെയൊക്കെ ഇഷ്ടമാണോ? പെറ്റ്സ് ഇഷ്ടം. വീട്ടിലുണ്ടോ? ഇല്ല. ഇല്ല. ഞങ്ങളുടെ നെയ്ബറുടെ, എനിക്ക് ഭയങ്കര പേടിയായിരുന്നു, പക്ഷെ ഞങ്ങളുടെ നെയ്ബറിന് ഒരു ഗോൾഡൻ റിട്രീവർ ഉണ്ടായിരുന്നു. അവനാണ് എന്റെ ജീവിതം മാറ്റിമറിച്ചത്. അതെന്താ അങ്ങനെ? അങ്ങനെയല്ല എന്ന് വെച്ചാ, അത് കണ്ടതിന് ശേഷം എനിക്ക് പിന്നെ ഈ ആനിമൽസിന്റെ അടുത്തുള്ള പേടിയും അതൊക്കെ കുറെ മാറി. എല്ലാം കാണുമ്പോൾ എനിക്ക് അവനായിട്ട് തോന്നും. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഒരു എന്തെങ്കിലും പെറ്റ് നായോ അല്ലെങ്കിൽ പൂച്ച. പക്ഷെ അമ്മ പറയുന്നത് ഒരെണ്ണത്തിനെ വളർത്തിയ എനിക്ക് മതിയായി, ഇനി ഒരെണ്ണം കൂടെ വളർത്താൻ വയ്യാന്ന്. അതുകൊണ്ട് പിന്നെ അമ്മ എന്നെ ഇവിടെ നാണം കെടുത്തി കൊല്ലോലോ ഭഗവാനേന്നൊക്കെ. ശരിക്കും അമ്മയും കൂടി വേണമായിരുന്നു കേട്ടോ ഇവിടെ. ആന്റി നല്ല കൂളാട്ടോ, അവിടെ ഇരിക്കുന്നുണ്ട്, പക്ഷെ ഇങ്ങോട്ട് വരുന്നില്ലെന്നൊക്കെ. അപ്പൊ പെറ്റ്സിനെയൊക്കെ ഇഷ്ടമാണ്. അപ്പൊ ഇത്രയൊക്കെ പറഞ്ഞു. ഇനി മാനസ ശരിക്കും പറഞ്ഞാൽ ആക്ട്രസ് മാത്രമല്ല കേട്ടോ, നന്നായി പാട്ട് പാടും, ഡാൻസ് കളിക്കുന്നൊക്കെയാണ് ഞാൻ അറിഞ്ഞത്. നമുക്ക് ഇവിടെ ഡാൻസ് കളിക്കാനുള്ള സ്പേസ് ഒന്നും ഇല്ല, അപ്പൊ ഒരു പാട്ട് പാടാം. ഞാൻ പറഞ്ഞില്ല, ഞാൻ പുതിയ പാട്ടൊന്നും പഠിച്ചില്ല. നമ്മുടെ ഓഡിയൻസിന് പുതിയതൊന്നും ഇല്ല, നമ്മൾ ഏത് പാട്ടും പറയും. ഒരു പാട്ട് പാടണം എന്തായാലും. ഞാൻ സ്ഥിരം പാടിക്കൊണ്ടിരിക്കുന്ന 2 പാട്ട് എന്റെ സ്റ്റോക്ക് ഉള്ളൂ. ഒന്ന് മാറ്റി പിടിക്കാൻ വേണമെങ്കിൽ എന്നാ ഞാൻ മൂങ്കിൽ തോട്ടം പാടാം, അതാണ് എന്റെ മാസ്റ്റർ പീസ് ആയിട്ടോന്ന് തോന്നുന്നല്ലേ. അങ്ങനല്ല, നമുക്ക് ചുമ്മാ പോയി ഒരു പാട്ട് പാടിയ സംഗതി തെറ്റില്ല. അതുകൊണ്ട് അങ്ങനെയൊക്കെ നോക്കുന്നുണ്ടല്ലേ. എന്നാ കുഴപ്പമില്ല, ഞാൻ നോക്കട്ടെ എത്രത്തോളം സംഗതി വരുന്നുണ്ട്, ഞാൻ നോക്കട്ടെ. ഞാൻ ലിറിക്സ് അറിയാമെന്ന് ഉദ്ദേശിച്ചോളൂ. ഓക്കെ പാടിക്കോ. ശരി, പോരട്ടെ. റെഡി, 1 2 3 പാടിക്കോ. मूंगेल तोटो मूले हवासो निरंज मौनो नी पाडुंगी तो पौर्णमी रव पनिविडुम काड ஒத்தையடி பாத உன் கூட பொடி நட இது போதும் எனக்கு இது போதுமே വേറെന്ന വേണു നീ പോതുമേ. കൊള്ളാം, അടിപൊളിയായിട്ടുണ്ട് അല്ലേ? സൂപ്പർ ആയിട്ടുണ്ട്. ഇത്രയും നന്നായി പാടറിഞ്ഞിട്ട് ഞാൻ പാട്ട് പാടാണ്ട് പോയി കഴിഞ്ഞാൽ ഇവര് ചോദിക്കില്ലേ എന്താ കുട്ടീനെ കൊണ്ട് പാട്ട് പാടി? ചോദിക്കും. ഞാൻ പക്ഷെ അതല്ല, ഞാൻ യൂട്യൂബിൽ പാടുന്നത് കണ്ടു, അപ്പൊ ഞാൻ വെറുതെ വിടില്ലല്ലോ. അതല്ല, ഇപ്പൊ അമ്മയ്ക്ക് ഒരു പാട്ട് ഞാൻ പറയാണ് ഡെഡിക്കേറ്റ് ചെയ്യാൻ പറഞ്ഞാല് ഏത് ഡെഡിക്കേറ്റ് ചെയ്യും? വേണു നീ പോതുമേ. ചമ്മിപ്പിക്കും. അതെ, അമ്മ അവിടെ ഇരിക്കുന്നുണ്ട്. ആരെങ്കിലും ചോദിച്ചിട്ടുണ്ടോ ഇങ്ങനെ അമ്മയ്ക്ക് ഇഷ്ടമുള്ള പാട്ട് പാടാനൊക്കെ? ഇല്ല, ഞാൻ ആദ്യം ചോദിച്ചപ്പോ ഇപ്പൊ ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടിയതാ പാടി. ഞാൻ അന്നത്തെ എന്റെ മൂഡ് പോലെ ആയിരിക്കും അമ്മ സോപ്പിടാൻ വേണ്ടി ഓരോരോ പാട്ടുകളൊക്കെ. ഓക്കെ, സോപ്പിടാനുള്ള ഐഡിയ കേട്ടോ പാട്ട്. ഞാൻ പക്ഷെ അങ്ങനെയല്ല, ഞാൻ പാട്ടൊന്നും പാടും. ഞാൻ പാട്ട് പാടിക്കാൻ ചിലപ്പോ അമ്മയുടെ മൂഡ് മൊത്തത്തിലേ മാറിപ്പോവും. പാടും എന്തായാലും. ഞാൻ ഇപ്പൊ പാടണോ? വേണം, അമ്മയ്ക്ക് വേണ്ടിയിട്ട്. ഞാനാണ് അതിനുള്ളൊരു സാഹചര്യം ഒരുക്കി തന്നത്. പാലാഴി നിലാവും അമ്മ എന്റെ മാത്രം അമ്മ. ലിറിക്സ് ഒക്കെ മാറി പോയി, പക്ഷെ എന്നാലും അമ്മയ്ക്ക് വേണ്ടി കസ്റ്റമൈസ് ചെയ്തതാണ്. കൊള്ളാം, നന്നായി പാടുന്നുണ്ട്. വേണമെങ്കിൽ ഇനി സിനിമയിൽ ഓഫറൊക്കെ കിട്ടും. ഇപ്പോഴത്തെ പുതിയ ട്രെൻഡ് അങ്ങനെയാണ്, അഭിനയിക്കുന്നു പാടുന്നു. ഇപ്പൊ ധനുഷൊക്കെ കണ്ടിട്ടില്ല, അതുപോലെ ലാലേട്ടൻ പാടുന്നുണ്ട്, എല്ലാവരും പാടുന്നു. അങ്ങനെയൊന്നും ഇല്ല, ചില ഓപ്ഷൻ വരാട്ടോ, പറയാൻ പറ്റില്ല. അന്ന് ഞാൻ ഓർക്കാട്ടോ, എന്നെ ഓർക്കണം, ഞാൻ പറഞ്ഞു എന്ന് ഓർക്കണം. അല്ല, ഇപ്പൊ അങ്ങനെയുണ്ട്, എല്ലാവരും പാടുന്നു, സ്വന്തം സിനിമയിൽ തന്നെ പാടി അഭിനയിക്കും. നമ്മുടെ തലപ്പത്തി വിജയൊക്കെ. അതെ, ലാലേട്ടൻ പാടിയിട്ടുണ്ട്, ധനുഷ് പാടിയിട്ടുണ്ട്, അതുപോലെ മാനസ രാധാകൃഷ്ണനും പാടി അഭിനയിക്കുന്ന സിനിമ. ഇനി വരാൻ പോകുന്ന പ്രൊജക്ടുകളൊക്കെ ഏതാ?
ഇപ്പൊ ഞാനൊരു കന്നഡ മൂവിയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇനി അടുത്തത് ഇപ്പൊ തുടങ്ങാൻ പോകുന്നേ ഉള്ളൂ. ആണ്. എവിടെയാ അതിന്റെ ഷൂട്ടും കാര്യങ്ങളും? അത് ബാംഗ്ലൂരിലായിരുന്നു. ആണ്. ഓക്കെ. മലയാളത്തിൽ ഇനി ഏതെങ്കിലും പ്രൊജക്ട്സ് വരാം? മലയാളത്തിൽ ഇപ്പൊ ഞാൻ നമ്മുടെ ഹരികൃഷ്ണൻ ചേട്ടന്റെ കൂടെ ചെയ്തൊരു മൂവി കഴിഞ്ഞു. അതിപ്പോ ഓൾമോസ്റ്റ് റിലീസിന് നിൽക്കുകയാണ്. ആണ്. ഈ വർഷം തന്നെ ഉണ്ടായിരിക്കും. ഉണ്ടായിരിക്കും. ഓർമ്മചിത്രം എന്നാണ് സിനിമ. ഓർമ്മചിത്രം. തെലുങ്കില് അഭിനയിച്ചു കഴിഞ്ഞപ്പോ എങ്ങനെയാ? അവിടുന്ന് ഒരുപാട് കോൾസ് ഒക്കെ വന്നിരുന്നു, പുതിയ ഓഫേഴ്സ്? അവിടുന്ന് അപ്പൊ എന്താ നല്ലത് നോക്കി എടുക്കണം എന്നൊരാഗ്രഹമുണ്ട്. സെലക്ട് ചെയ്തിട്ടുണ്ടായിരിക്കില്ല. ഇപ്പൊ ഒരു കോള് വരികയാണ്, വിജയ് ദേവരകൊണ്ടയാണ് നായകൻ, അഭിനയിക്കാൻ വിളിക്കുന്നു. എന്താ തോന്നാ? ഞാൻ എന്താന്ന് വെച്ചാ അല്ല, ഇപ്പൊ RGV വിളിച്ചത് അങ്ങനെയാണല്ലോ, വിശ്വസിച്ചിട്ടുണ്ടായിരുന്നില്ല ആദ്യം. അതുപോലെ വിളിക്കുകയാണ്, വിജയ് ദേവരകൊണ്ടയാണ്, ഇപ്പൊ മാനസിയാണ് ആക്ട്രസ് ആയിട്ട് വരുന്നത്. എന്താ ഉണ്ടാവുക? ചിലപ്പോ ബോധം കിട്ടും. ചിലപ്പോ ബോധം കിട്ടും. അതെ. ഇഷ്ടമല്ലേ? എന്താ ഈ പറയുന്ന ആൾക്ക് ഇഷ്ടല്ലേ? എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. എനിക്ക് ഭയങ്കര ക്രഷ് തോന്നിയ ആളായിരുന്നു. ഗീതാ ഗോവിന്ദൊക്കെ കണ്ടിട്ട് ഭയങ്കര ക്രഷ് അടിച്ചിരിക്കുകയായിരുന്നു അതൊക്കെ. അപ്പൊ കിട്ടിയാ പോവും. ഓഫ് കോഴ്സ്. ഓക്കെ. അപ്പൊ ഇനി കന്നഡയുണ്ട്, മലയാളം ഉണ്ട്, ഒരുപാട് ഫിലിമുകൾ വരുന്നുണ്ട്. അതെ, ഈ പറഞ്ഞ പോലെ ഞാൻ നേരത്തെ ചോദിച്ച സംഭവം റാപ്പിഡ് ഫയറിലാണ് ചോദിച്ചു. ഇങ്ങനെ ചിലപ്പോൾ പറയാൻ പറ്റില്ല. ലാലേട്ടന്റെ മമ്മൂക്കയുടെ ഒക്കെ അപ്പം ലീഡിങ് റോളൊക്കെ. അതെ അതെ, ലീഡിങ് റോളൊക്കെ ശരിയാ വന്നേക്കാം. മമ്മൂക്കേനെയാണ് കൂടുതൽ ഇഷ്ടം എന്ന് പറഞ്ഞത്. അപ്പൊ മമ്മൂക്കയുടെ കൂടെയൊക്കെ പറയല്ലേ, ഞാൻ നിർബന്ധിച്ചോണ്ട് ഞാൻ പറഞ്ഞു. എന്നാലും മമ്മൂക്കേനെ ഇഷ്ടാന്ന് പറയുന്നത് എന്താ നല്ല കാര്യമല്ലേ? അപ്പോൾ മമ്മൂക്കയുടെ കൂടെ അഭിനയിക്കാം, മകളായിട്ടോ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലുമൊക്കെ റോളുകൾ കിട്ടേണ്ടതാണ് അല്ലേ? ചിരിച്ചതല്ല, ഞാൻ കാര്യമായിട്ടാണ് പറഞ്ഞത്. അപ്പോൾ എന്തായാലും സിനിമകളൊക്കെ, പുതിയ പ്രൊജക്റ്റുകളൊക്കെ അടിപൊളിയാവട്ടെ. താങ്ക് യു. പുതിയ വരാൻ പോകുന്ന ഇനിയും ഒരുപാട് സിനിമ 2024 അടിപൊളിയായിട്ട് പോകട്ടെ. അതെ, 2024, 2025, 2026 അടിപൊളിയാവട്ടെ അറ്റം വരെ. ഓക്കെ. അപ്പൊ എന്തായാലും സിനിമകളൊക്കെ അടിപൊളിയാവട്ടെ. ഈ പറഞ്ഞ പോലെ ഒരുപാട് ആഗ്രഹം പോലെ തന്നെ എല്ലാ ഡിഫറെന്റ് റോൾസ് കിട്ടട്ടെ. അപ്പൊ നമുക്ക് ഇനി വീണ്ടും കാണണം. ഉറപ്പായിട്ടും. ഓക്കെ. അപ്പൊ നമ്മുടെ കൂടെ ടൈം സ്പെൻഡ് ചെയ്തതിന് താങ്ക് യു. താങ്ക് യു സോ മച്ച്. ശരി.